യാത്ര വചന വഴിയേ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിൽ യുഎയുടെ തന്നെ ഏറ്റവും മനോഹരവും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗവുമായ റാസൽ ഖൈമ സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ ചർച്ചിലെ വിവിധ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഫാദർ തോമസ് സെബാസ്റ്റ്യൻ അച്ഛൻ. നമുക്കൊരു നിമിഷം ചിന്തിക്കുമ്പോൾ ഒരു ചരിത്രത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഈ റാസൽ ഖൈമ ദേവാലയം. ഇവിടെ ഒത്തിരിയേറെ വിവിധ പ്രോഗ്രാമുകൾ ജീസസ് യൂത്തിൻ്റെ ആയും കരിസ്മാറ്റിക്കിൻ്റെ ആയും ക്രിസ്റ്റീൻ്റെ ആയും വിവിധ സംഘടനകളുടെ എല്ലാം പ്രോഗ്രാമുകൾ നടക്കാൻ തക്കവിധം ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി ഈ ദേവാലയം ദൈവം നമുക്ക് തന്നു. ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തോട് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം നമുക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുകയും അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ ബഹുമാനത്തോടെ ഓർക്കുകയും ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും സ്നേഹനിധിയായ ഞങ്ങൾക്കെല്ലാം മനസ്സിൽ വലിയ സ്നേഹവും സ്വാധീനവും ഒക്കെ ചെലുത്താൻ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ശ്രേഷ്ഠ വൈദികനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഈ ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രസരിപ്പ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരച്ഛൻ. അച്ഛൻ്റെ ജീവിത വിശേഷങ്ങളിലേക്ക് സ്നേഹത്തോടെ ഇന്ന് നമുക്ക് കടന്നു ചെല്ലാം. തോമസ് അച്ഛ, ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. അച്ഛനിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളെപ്പോഴും ഇവിടെ വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷം, പല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പലരും ദുബൈയിൽ നിന്നൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോഴെല്ലാം അച്ഛൻ്റെ മുഖത്തെ ഒരു സ്നേഹം, ഒരു സ്വീകരണം, ഇത്രയും വലിയൊരു വലിയ പള്ളി, അതിൻ്റെ അകത്ത് ഒത്തിരി പ്രോഗ്രാം, ഇതെല്ലാം സന്തോഷത്തോടെ ഒരു കൂളായിട്ട്, അച്ഛന് ഒരിക്കലും ഒരു ടെൻഷനിൽ ഞങ്ങൾ കാണുന്നില്ല. വളരെ ഫ്രീ ആയിട്ട് ദൈവം നടത്തുന്ന വഴിയിലൂടെ പോകുന്ന ഒരു അച്ഛനാണ്. അച്ഛനെപ്പറ്റി കൂടുതൽ അറിയാൻ ശാലോം പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. ആദ്യമായിട്ട് തന്നെ അച്ഛൻ്റെ ജനനം, സ്ഥലം, ബാല്യകാലം, ഇതൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് തോമസ് സെബാസ്റ്റ്യൻ, കപ്പുച്ചിൻ സഭയിലെ അംഗം. ഞാൻ ജനിച്ചത് ഏതാണ്ട് 69 വർഷങ്ങൾക്ക് മുൻപാണ്. അതും ക്രിസ്മസിൻ്റെ തലേ ദിവസം തീക്കോയ് എന്ന ഗ്രാമത്തിൽ, പാലാരൂപതയിലെ. ഭരണങ്ങാനത്ത് നിന്നും ഏതാണ്ട് 7.5 മൈൽ കിഴക്കോട്ട് പോകുമ്പോൾ വാഗമൺ റൂട്ടിലുള്ള സ്ഥലമാണ് തീക്കോയ്. ബാല്യകാലം അവിടെ തന്നെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ, LP സ്കൂളിലും ഹൈസ്കൂളിലുമെല്ലാം പഠിച്ച് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് സെമിനാരിയിൽ ചേരുന്നത്. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേകത അവിടെ നിന്ന് ധാരാളം ദൈവവിളിയുണ്ട്. സന്യാസ ജീവിതത്തിലേക്കും വൈദിക ജീവിതത്തിലേക്കും പ്രേക്ഷിത രംഗങ്ങളിലേക്ക് പോകുന്ന സിസ്റ്റേഴ്സാണേലും അവിടെ നിന്ന് ധാരാളം പേരുണ്ട്. ഞങ്ങളവിടെ നിന്ന് 40-ലധികം വൈദികരായ ഇടവകയിൽ നിന്നുണ്ട്. പിന്നെ ഇടവക തന്നെ ഇപ്പോൾ പലതായി വിഭജിച്ച് മറ്റിടവുകളുണ്ടായി, എന്നാലും കൂടുതൽ പേരും തീക്കോയിൽ തന്നെ. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കപ്പുച്ചിൻകാരുടെ ദൈവവിളി ധ്യാനം അറ്റൻഡ് ചെയ്യാനായിട്ട് അസിസിയിൽ പോയിട്ടുണ്ട്. എങ്കിലും 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ വേറൊരു സഭയിൽ ചേരാനായിരുന്നു താല്പര്യം. അതിനായിട്ട് പാലാരൂപതയുടെ
സെമിനാരിയിൽ മൈനർ സെമിനാരിയിലും ദൈവവിളി ക്യാമ്പിന് പോയി. രൂപതയിൽ ചേരാനായിരുന്നില്ല, ക്ലരീഷ്യൻ സഭയിൽ ചേരുക, അതായിരുന്നു ആഗ്രഹം. അവിടെ പോയി ക്യാമ്പിൽ പങ്കെടുത്തു, സെലക്ഷൻ കിട്ടി. അവിടെ നിന്ന് എഴുത്തുപോലും വന്നു. പള്ളിയിലെ വികാരിയച്ഛന് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നുള്ള വിവരം അറിയിച്ച് എന്തൊക്കെയാണ് കൊണ്ടുചെല്ലേണ്ടതെന്നൊക്കെ അറിയിച്ച്. പക്ഷേ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു കപ്പുച്ചൻ വൈദ്യ വിദ്യാർത്ഥിയെ ഭരണങ്ങാനത്ത് വെച്ച് കാണുകയും അദ്ദേഹം വീണ്ടും ദൈവവിളി ധ്യാനത്തിന് അസിസിയിലേക്ക് ഭരണങ്ങാനത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അതും കൂടെ പോയി ഒരിക്കൽ കൂടിയതാണല്ലോ, അതുകൊണ്ട് വീണ്ടും കൂടാനായിട്ട് അവിടെ പോയി. അത് കൂടി കഴിഞ്ഞപ്പോൾ അവിടെയും സെലക്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ അന്നത്തെ റെക്ടർ, പിന്നീട് ബിഷപ്പായി മാറിയ സിംഫോറിയൻ കീപ്രത്ത് പിതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവർ സെലക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോയെന്ന് പറയും. അതുകൊണ്ട് പാലായിൽ പോയി സെമിനാരിൽ പോയി റെക്ടറുടെ അനുവാദം മേടിച്ചുകൊണ്ട് വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ പാലായിൽ പോയി, പാലായിലെ റെക്ടർ പിന്നീട് ബിഷപ്പായ പെരുമറ്റം പിതാവായിരുന്നു, ഉജ്ജയിൻ ബിഷപ്പായ. അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. താല്പര്യം അതാണെങ്കിൽ ചേർന്നോളാൻ പറഞ്ഞു. തിരിച്ചു വന്ന് വിവരം അറിയിച്ചു. അങ്ങനെ അവിടെ ചേർന്ന് ആ വർഷം മുതൽ പ്രീ ഡിഗ്രി നിർബന്ധമാക്കിയതുകൊണ്ട് ഞങ്ങളെ അവിടെ സെറാഫിക് ജൂണറേറ്റ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ, അതൊരു ബോർഡിങ് പോലെയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, കോളേജിൽ പോകുന്നവരുണ്ട്. ഇപ്പോഴത്തെ കരിസ്മാറ്റിക് റിട്രീറ്റ് സെൻ്ററാണ് അവിടുത്തെ ഭരണങ്ങാനത്തെ. അത് ഞങ്ങളുടെ അപ്പസ്റ്റോലിക് സ്കൂളായിരുന്നു, സെറാഫിക് ജൂണറേറ്റ്. അവിടെ നിന്ന് അരുവിത്ര കോളേജിൽ പോയി പഠിച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് സയൻസും മാത്തമാറ്റിക്സും ഒക്കെ എടുത്ത് പ്രീ ഡിഗ്രി പാസ്സായി. പിന്നെ സെമിനാരിയിലേക്ക് മാറി. പഠനം ഭരണങ്ങാനം, മംഗലാപുരം, തൃശ്ശൂരിലെ ഫിലോസഫി, തത്വശാസ്ത്രം. പിന്നെ റീജൻസി, അത് കഴിഞ്ഞ് ആ സമയത്ത് പിന്നെ മൂവാറ്റുപുഴയും ഭരണങ്ങാനത്തുമായിട്ട്. പിന്നീട് നൊവിഷ്യേറ്റ് മൂവാറ്റുപുഴയിൽ, തുടർന്ന് ദൈവശാസ്ത്ര പഠനം മനോഹരമായ നീലഗിരിയിലെ കോട്ടഗിരിയിൽ പൂർത്തിയാക്കി. 1980 മെയ് മാസം 5-ാം തീയതിയാണ് തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. അതും ഒരു കപ്പുച്ചൻ ബിഷപ്പിൻ്റെ കയ്യിൽ നിന്നും. ജേക്കബ് അച്ചാരുപറമ്പിൽ, തിരുവനന്തപുരത്തെ ബിഷപ്പായിരുന്ന, ഞങ്ങളുടെ പ്രൊവിൻഷ്യലും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കപ്പുച്ചൻ സഭയുടെ പ്രൊവിൻഷ്യലും റോമിൽ ജനറൽ കൗൺസിലറുമായിട്ട് ജോലി ചെയ്ത അച്ചാർപറമ്പിൽ പിതാവിൻ്റെ പക്കൽ നിന്നാണ് പട്ടം കിട്ടിയത്. ഒരു സന്തോഷമാണ് ഇത് കേൾക്കാൻ തന്നെ. കാരണം ദൈവത്തിൻ്റെ ഒരു വിളി എത്ര കൃത്യമായിട്ട് അച്ഛനിലൂടെ നടന്നെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പം തന്നെ മനസ്സിലാവും. കാരണം മനുഷ്യബുദ്ധിക്ക് പല പദ്ധതി ഉണ്ടെങ്കിലും ദൈവം വിളിച്ചത് ഒരു കപ്പുച്ചനച്ഛനാകാൻ വേണ്ടിയായിരുന്നു. അത് തിരിച്ചറിഞ്ഞ് അതിനെ ആ യെസ് പറഞ്ഞതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയൊരു വിജയം. ഞങ്ങൾക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സ്വാധീനിച്ച രണ്ടാം ക്രിസ്തു ഫ്രാൻസിസ് അസീസിയുടെ പിൻഗാമിയായിട്ട് ജീവിക്കുക, അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അച്ഛാ, തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് അടുത്ത ചോദ്യമുള്ളത്, ഇങ്ങനെ ഒരു ദൈവവിളി തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇന്ന് അച്ഛനിൽ കാണുന്ന ആ സ്നേഹമൊക്കെ എന്തുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബേസിക് കാരണം തീർച്ചയായിട്ടും അച്ഛൻ്റെ മാതാപിതാക്കളായിരിക്കും. ദൈവവിളി തിരിച്ചറിഞ്ഞാലും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പോയാലും മകൻ വൈദികനാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാലും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. മാതാപിതാക്കന്മാരെ പറ്റിയും സഹോദരങ്ങളെ പറ്റിയും ഒന്ന് പറയാമോ? ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. ചാച്ചനും അമ്മച്ചിയും എൻ്റെ മൂത്ത സഹോദരന്മാരും മൂത്ത സഹോദരിയും എൻ്റെ ഇളയ പെങ്ങന്മാർ രണ്ടുപേരും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് അരമണിക്കൂർ 3/4 മണിക്കൂർ ഒക്കെ പോകും. പ്രത്യേകിച്ച് മണക്കുവാസമൊക്കെ ഉള്ള മാസങ്ങളിൽ അല്പം കൂടെ ദീർഘിക്കും. പിന്നെ എൻ്റെ ചാച്ചൻ കൃഷിക്കാരനായിരുന്നു. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരു അസുഖത്തെ തുടർന്ന് ഹൃദയസ്തംഭനം മൂലം പിന്നെ വേർപിരിഞ്ഞു. അമ്മച്ചിക്ക് ദീർഘനാൾ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായി. 92 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി ഏതാനും വർഷം മുമ്പ് മരിച്ചത്. ഞങ്ങൾ
8 പേരായിരുന്നു. പക്ഷെ മൂത്തയാളെ ഞങ്ങൾ മക്കളാരും കണ്ടിട്ടില്ല. കാരണം 2 മാസമോ മറ്റേ ജീവിച്ചുള്ളതാണ് കേട്ടത്. അത് മൂത്ത പെങ്ങൾ. പിന്നെ എനിക്ക് 3 ജ്യേഷ്ഠന്മാരും 3 പെങ്ങന്മാരുമാണ്. അപ്പം ഞങ്ങൾ 4 സഹോദരന്മാരും 3 സഹോദരിമാരും. അതിൽ പിന്നെ ബ്രദേഴ്സിൽ ഞാൻ ഇളയത്. പക്ഷെ എൻ്റെ മൂത്തത് ആണ് ബ്രദേഴ്സ് എല്ലാവരും. പിന്നെ നേരെ മൂത്ത ഒരു പെങ്ങളുണ്ട്, താഴെ 2 പെങ്ങന്മാർ. മൂത്ത ബ്രദർ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്ത്. ജ്യേഷ്ഠനും ചേച്ചിയും 2 പേരും. ബാക്കിയുള്ളവർ കൃഷിക്കാർ. ഇളയ പെങ്ങന്മാർ 2 പേര് ഹെൽത്ത് കെയർ ഫീൽഡിൽ നേഴ്സ്, ഹെൽത്ത് വർക്കർ. ഒരാൾ മൂത്ത പെങ്ങൾ ഹൗസ് വൈഫ്. അതെ, ചത്തീക്കോയ് എന്ന് പറഞ്ഞത് എനിക്ക് പാലായിൽ ജീവിച്ചതുകൊണ്ട് എനിക്ക് ആ പ്രദേശം അറിയാം. ഞാൻ അവിടെ പള്ളിയിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്, പാട്ട് കുർബാനയ്ക്കൊക്കെ ആയിട്ട്. വളരെ നല്ലൊരു ഗ്രാമം തന്നെയാണ്. ആ ഗ്രാമത്തിൻ്റെ സർവ്വ നന്മയും നിഷ്കളങ്കതയും വിശുദ്ധിയൊക്കെ അന്ന് അവിടെ ജീവിച്ച കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തേക്കാളൊക്കെ ഉപരിയുണ്ട്. അച്ഛൻ്റെയൊക്കെ ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒത്തിരി കാലം കൂടെ പുറകോട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ദേവാലയത്തിൽ നിന്ന് നിങ്ങൾക്ക് വൈദികരിൽ നിന്നൊക്കെ കിട്ടിയ ആ ചെറുപ്പത്തിൻ്റെ ആ ദൈവിക ശ്രേഷ്ഠത, അല്ലെങ്കിൽ ആ ദേവാലയത്തോട് ചേർക്കാൻ ആ നാട്ടിലെ വൈദികരൊക്കെ എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചത്? എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവം ഉണ്ടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. വികാരിച്ചിൻ്റെ പ്രത്യേകിച്ച് കുട്ടികളായി ഞങ്ങളൊക്കെ കൊച്ചനോടായിരുന്നു കൂടുതൽ അടുത്തിരുന്നത്. ഇന്നും വളരെയധികം പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ മിഷൻ ലീഗിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. കാരണം മിഷൻ ലീഗ് ആരംഭിച്ചത് തന്നെ ഭരണങ്ങാനത്താണല്ലോ. മാലിപ്പറമ്പിൽ അച്ഛനും കുഞ്ഞേട്ടനും കൂടി തുടങ്ങിയ മിഷൻ ലീഗ്. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിലുള്ള മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുത്തിരുന്നു. പിന്നെ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ അവിടെ ഇടവക തലത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ മാസവും വീടുകൾ തോറും ഞങ്ങളുടെ വാർഡിൽ കയറി ഇറങ്ങുമായിരുന്നു. ഒരു ഫണ്ട് ശേഖരണത്തിനായിട്ട് മിഷൻ ലീഗിൻ്റെ വാർഷിക ഉൽപ്പന്ന പിരിവിന് വേണ്ടിയും വീടുകളിൽ കയറി ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ വീട് ഒക്കെ ഇരിക്കുന്ന ആ വാർഡിൽ തീക്കോയി ഇടവക്കാരുണ്ട്, പൂഞ്ഞാർ ഇടവക്കാരുണ്ട്, അരുവിത്ര ഇടവക്കാരുണ്ട്. ഇതിൻ്റെ ബോർഡറിൽ അതിർത്തിയിലാണ് ഞങ്ങളുടെ വീട്. പക്ഷേ അവരെല്ലാവരും തന്നെ വളരെ ഔദാര്യപൂർവ്വം സഹായിച്ചിരുന്നു. അപ്പം പിന്നെ കുഞ്ഞാട്ടിനുമായിട്ട് എനിക്ക് എഴുത്തുകുത്തുകളുണ്ടായിരുന്നു. അന്നൊക്കെ ഈ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാത്തതുകൊണ്ടേ കറസ്പോണ്ടൻസ് എഴുത്ത് വഴിയായിരുന്നു. അപ്പം പ്രോത്സാഹിപ്പിച്ചിരുന്നു സെമിനാരിയിൽ ചേരാനായിട്ടും. പിന്നെ ഈ അവധിക്കാലത്തൊക്കെ മിക്കവാറും 1-ലധികം സെമിനാരിയൻസ് അവിടെ പള്ളിയിൽ വരുമായിരുന്നു, നമ്മുടെ ഇടവകകളിൽ നിന്നുള്ളവർ. അപ്പോൾ അവരൊക്കെ പ്രചോദനം തന്നിട്ടുണ്ട് അവർ തിരഞ്ഞെടുത്ത ഈ വഴിയെ പോകാനായിട്ട്. എനിക്ക് മുമ്പും ആ ഇടവകയിൽ നിന്ന് ഒരു കപ്പച്ചൻ വൈദികൻ ഉണ്ടായിട്ടുണ്ട്. വേറൊരാൾ ചേർന്നെങ്കിലും പൂർത്തിയാക്കാൻ പറ്റിയില്ല. അദ്ദേഹവും മിഷണറി ആയിട്ട് വടക്കേ ഇന്ത്യയിൽ പോയി ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സാക്ഷ്യം, അതുപോലെ സമ്മർ ക്യാമ്പ് വരുമ്പോൾ പിന്നെ ഈ വന്നിട്ടുള്ള സെമിനാരിയൻസിൻ്റെ ക്ലാസ്സും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അച്ഛാ, എൻ്റെ ഒരു ചോദ്യം, ഇന്നൊക്കെ അത് കുറച്ചുകൂടെ നഷ്ടമാവുന്നുണ്ടോ നമ്മുടെ യുവതലമുറയ്ക്ക്? അവരെല്ലാവരും വേറൊരു ഫീൽഡിൽ അവരുടെ ജീവിതം തന്നെ സ്കൂള്, ട്യൂഷൻ, കമ്പ്യൂട്ടർ, മുറി, അവരുടെ പേഴ്സണൽ ബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങിയിട്ട് ഇങ്ങനെയുള്ള, ഞാനും ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലും കപ്പീച്ചനച്ചന്മാർ ഇടവക ധ്യാനം നടത്തുന്നു, അവർ വീട് സന്ദർശിക്കുന്നു. ആ വീട് സന്ദർശനത്തിൽ ആ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും അവരുടെ സ്വന്തമായി അവരുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലൊക്കെ അവരുടെ കയ്യിലെടുത്ത് അവർ ഇവിടുന്ന് പോവുക. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അനുഭവങ്ങളാണ്. ഇന്നൊക്കെ അതെല്ലാം മിസ് ചെയ്തിട്ടൊരു വലിയ ആഘോഷങ്ങളുടെ ലോകത്തേക്ക് തലമുറ പോയിട്ട് ആഴമായ ബോധ്യങ്ങൾ കിട്ടാത്തതാണോ ദൈവവിളികൾ കുറയുന്നതിൻ്റെ ഒരു കാരണം? ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അവിടെ ദൈവവിളി, പ്രത്യേകിച്ചും സന്യാസ വൈദികരോ രൂപത വൈദികരോ ആകാനുള്ള ദൈവവിളി അധികം കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വർഷവും അവിടെ 1-1-ലധികമോ ചിലപ്പോൾ 3-4 ഒക്കെ ഒത്തിരി പട്ടം ഉള്ള ഓർഡിനേഷനുള്ള വർഷങ്ങളുണ്ട്. അതേസമയം മഠങ്ങളിൽ ചേരാനായിട്ട് സന്യാസിനിമാരായി മാറാനായിട്ടുള്ള ആ ദൈവവിളി അല്പം കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കാരണം മറ്റ് സാധ്യതകളും ഈ മീഡിയയുടെ സ്വാധീനവും എല്ലാം ആയിരിക്കാം. പ്രാർത്ഥന നമ്മുടെ പഴയ കുടുംബങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അതിന് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതെ, ഇപ്പോൾ പാലാരൂപതക്കാരും പ്രത്യേകിച്ച് പാലാരൂപതക്കാരും തീക്കോയി പ്രദേശക്കാർക്കൊക്കെ അച്ഛൻ്റെ വാക്കുകൾ കൊണ്ട് അവർ ഇത് ശാലോമി കൂടെ കാണുമ്പോൾ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും. ഞങ്ങളുടെ നാട് പ്രാർത്ഥനയിൽ പുറകോട്ടല്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. ദൈവവിളിക്കും അവിടെ വലിയ കുറവൊന്നുമില്ല. എന്നാൽ നമുക്ക് ദൈവവിളി ഇല്ലാത്ത അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ സന്തോഷ വാർത്തയും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഓർക്കുകയാണ്. ഇനി അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പഠനം ഇവിടം കൊണ്ട് തീർന്നില്ല. അച്ഛൻ ഒത്തിരി യാത്രകളും ഒത്തിരി പ്രദേശങ്ങളും ഒത്തിരി പഠനങ്ങളും എല്ലാം നടത്തിയ ഒരു വൈദികനാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. അടുത്ത പഠനം എന്തായിരുന്നു? എവിടെയൊക്കെയായിരുന്നു പിന്നീടുള്ള യാത്രകൾ? ഓക്കെ, ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ബെത്ലഹേം ആശ്രമം, എലഞ്ഞിപ്ര, ചാലക്കുടിക്ക് സമീപമുള്ള ആശ്രമത്തിലാണ്. അവിടെ തീർത്തും പാസ്റ്ററൽ വർക്ക് അതിലായിരുന്നു ഞാൻ. അതേസമയം അവിടെയുള്ള കുട്ടികളുടെ ചാർജ് ഉണ്ടായിരുന്നു. അവിടെ CLC, അതാണ് അവിടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സംഘടന, അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അവിടുത്തെ കാറ്റഗിസത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അതേസമയം സ്കൂളുകളിലും ഇടവകളിലും ധ്യാനിപ്പിക്കാനും പോകുമായിരുന്നു, ഒറ്റയ്ക്കും പോകുമായിരുന്നു. അതുപോലെ കപ്പുച്ചൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് മറ്റ് അച്ഛന്മാരോടൊപ്പവും പോയിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറ്റം കിട്ടി മൂവാറ്റുപുഴ ലൊറേറ്റോ ആശ്രമത്തിലേക്ക്. റീജൻസിയും നൊവിഷ്യേറ്റും മൂവാറ്റുപുഴ തന്നെയായിരുന്നു. ആ സ്ഥലത്തേക്ക് വീണ്ടും വന്നു. അതെനിക്കിഷ്ടപ്പെട്ട ഒരു ആശ്രമമായിരുന്നു. അവിടെയും പാസ്റ്ററൽ വർക്ക്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ക്ലാസ്സുകൾ നൊവിഷ്യേറ്റിലെ കുട്ടികൾക്കും കൊടുക്കേണ്ടി വന്നു. പിന്നെ അവിടെ ഫ്രാൻസിസ്കൻ അൽമായ സഭ, അതായത് മൂന്നാം സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന സെക്കുലർ ഫ്രാൻസിസ്കൻ ഓർഡർ SFO, അതിൻ്റെ ചാർജും കുറച്ച് നാൾ വഹിച്ചു. അപ്പോൾ ആ കോതമംഗലം രൂപതയിലെ, ഇപ്പോൾ കോതമംഗലം ഇടുക്കി രൂപതകളായിരിക്കുന്ന ആ പ്രദേശങ്ങളിലെ ഏതാനും ഇടവുകളിൽ കൂടിയൊക്കെ ആ സമയത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ധ്യാനത്തിനും പോയിക്കൊണ്ടിരുന്നു. ഒറ്റയ്ക്കുള്ള ധ്യാനം ഇടവുകളിൽ, മഠങ്ങളിൽ, പിന്നെ സ്കൂളുകളിൽ, പിന്നെ മിഷൻ ധ്യാനം. അങ്ങനെ വളരെ ചെറുപ്പത്തിലെ തന്നെ പല ഇടവുകളിൽ കൂടി ധ്യാനിപ്പിക്കാൻ പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു വർഷം കഴിഞ്ഞപ്പം വീണ്ടും ട്രാൻസ്ഫർ. അത് സെമിനാരിയിൽ പഠിപ്പിക്കാനായിരുന്നു. ഞാനൊക്കെ ചേർന്ന സെമിനാരി ഭരണങ്ങാനം അസൈസി ആശ്രമത്തിനോട് അനുബന്ധിച്ചുള്ള സെറാഫിക് സെമിനാരി 1982 മുതൽ 85 വരെ അവിടെ പുതുതായിട്ട് ചേർന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ജോലിയായിരുന്നു. വൈദിക പരിശീലനം, സന്യാസ പരിശീലനം. അത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അവർ കോളേജിൽ പോയിട്ടില്ല. ഞങ്ങൾ തന്നെയാണ് പ്രീ ഡിഗ്രിയുടെ ക്ലാസ് അവിടെ കൊടുക്കുന്നത്. കോളേജിൽ പരീക്ഷ എഴുതാൻ മാത്രം പോയാൽ മതി. അതേസമയം ഫുൾ ടൈം ടീച്ചിങ്ങിൻ്റെ സമയത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷന് അന്നത്തെ പ്രൊവിൻഷ്യലിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങി അതും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ 84 ആയപ്പോഴേക്കും MA പൂർത്തിയാക്കി. പിന്നെ ഒരു വർഷം കൂടി അവിടെ ജോലി തുടർന്നു. അപ്പോഴാണ് പ്രൊവിൻഷ്യാലച്ഛൻ ചോദിക്കുന്നത്, ഉപരിപഠനത്തിന് പോകാൻ താല്പര്യമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. റെഡിയായി റോമിലേക്ക് പോയി ഭാഷാ പഠനം. തുടർന്ന് മോറൽ തിയോളജിയിലാണ് ലൈസൻഷ്യേറ്റ് എടുത്തത്, ധാർമ്മിക വിജ്ഞാനീയം. 2 വർഷത്തെ പഠനം കഴിഞ്ഞ് തിരിച്ച് പ്രൊവിൻസിലെത്തി. കോട്ടയത്ത് തെർളകത്ത് ഞങ്ങളുടെ തിയോളജി സെമിനാരി ഉണ്ട്. അവിടെ സ്റ്റാഫായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. ക്ലാസ് എടുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ എത്തി 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രൊവിൻഷ്യാലച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, വിജയവാഡയിൽ നമ്മുടെ മിഷനാണ്, അവിടുത്തെ മൈനർ സെമിനാരിയിൽ ഒരു വേക്കൻസി ഉണ്ട്, അവിടെ റെക്ടറായിട്ട് പോകണം. ആദ്യം മടി തോന്നിയെങ്കിലും പിന്നീട് എൻ്റെ ചില ഗുരുഭൂതന്മാരോടൊക്കെ ആലോചിച്ചിട്ട് യെസ് പറഞ്ഞ് വിജയവാഡയിലേക്ക് പോയി. അവിടെ ഏതാണ്ട് 1.5 വർഷം ആ ജോലി ചെയ്തിട്ട് തിരിച്ച് ഭരണങ്ങാനത്തേക്ക് മാറ്റം കിട്ടി വന്നു. കാരണം എന്നോടവിടെ 1 വർഷം അല്ലെ 2 വർഷത്തേക്ക് പോകണമെന്നായിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ ആ 2 വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു വന്ന് ഭരണങ്ങാനത്ത് വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം വൈസ് റെക്ടറായിട്ട്. നേരത്തെ ജസ്റ്റ് എ സ്റ്റാഫ്, അത് കഴിഞ്ഞിട്ട് വൈസ് റെക്ടർ. പക്ഷേ എല്ലാ ആഴ്ചയിലും 2 ദിവസം തിയോളജി സെമിനാരിയിലും ക്ലാസ്സിന് പോകണം, കോട്ടയത്ത് തെള്ളകത്ത്. അതായിരുന്നു ആ 1 വർഷത്തെ ജോലി. 1 വർഷം എന്ന് പറഞ്ഞാൽ 10 മാസം. അപ്പോഴേക്കും ഏതാണ്ട് അക്കാഡമിക് ഇയർ പൂർത്തിയെന്ന് പറയാം.
അപ്പോൾ റോമിൽ നിന്ന് വിളി വന്നു വീണ്ടും. അവിടെ ജനറലേറ്റിൽ ജോലിക്കായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനും ആദ്യം മടി പറഞ്ഞു. വീണ്ടും എൻ്റെ സ്പിരിച്വൽ ഫാദറിനോടൊക്കെ ചോദിച്ച് ആലോചിച്ചതിന് ശേഷം അവർ പറഞ്ഞു, അത് പോകുന്നത് നല്ലതല്ലേ, കാരണം അവിടെ പോയി സേവനമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കപ്പുച്ചൻ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ. അപ്പോൾ യേസ് പറഞ്ഞു. വീണ്ടും റോമിന് പോയി. 1990 മാർച്ച് മാസം അവസാനം റോമിലെത്തി. അത് ഏതാണ്ട് 6.5 വർഷം അവിടെ സെക്രട്ടറി ആയിട്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സെക്രട്ടറി ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും, തുടർന്ന് ആർക്കിവിസ്റ്റ്, വൈസ് സെക്രട്ടറി ജനറൽ, പിന്നീട് സെക്രട്ടറി ജനറൽ, ഈ പദവികളിൽ അവിടെ ജോലി ചെയ്തിട്ട് ഗവേഷണത്തിനായിട്ട് ഡോക്ടറേറ്റിനായിട്ട് ജനറലേറ്റിൽ നിന്ന് മാറി ഞങ്ങൾ ഇൻ്റർനാഷണൽ കോളേജിലേക്ക് മാറി. വീണ്ടും ആദ്യം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്ത് ഡോക്ടറേറ്റ് 3 വർഷം കൊണ്ട് പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ നാട്ടിലെത്തുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു എവിടെയാണ് എൻ്റെ പുതിയ അപ്പോയിൻമെൻ്റ് എന്ന്. ഫിലോസഫി തിയോളജി സെമിനാരിയുടെ റെക്ടറായിട്ട് ആന്ധ്രയിലെ ജ്ഞാനംപേട്ട് ഏലൂരു രൂപതയിലുള്ള. മോറൽ തിയോളജിയിൽ തന്നെയാണോ ഡോക്ടറേറ്റ് എടുത്തത്? മോറൽ തിയോളജിയിലാണ് എടുത്തത്. പക്ഷേ ഈ മോറൽ തിയോളജി ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മോറൽ തിയോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വിഷയമാണ് എടുത്തത്. അതായത് ഞാൻ BA ലിറ്ററേച്ചർ ചെയ്തത് ഫിലോസഫി പഠിക്കുന്ന കാലത്താണ്, തൃശ്ശൂർ പഠിക്കുന്ന കാലത്ത്, അതുപോലെ മൂവാറ്റുപുഴ റീജൻ്റ് ആയിരുന്ന കാലത്ത്. ആ സമയത്ത് തന്നെ T.S. എലിയട്ട് എന്ന് പറഞ്ഞ തോമസ് ടേൺസ് എലിയട്ട്, ആംഗ്ലോ അമേരിക്കൻ ഓതറിനെ പരിചയപ്പെട്ടിരുന്നു. പോയറ്റ്, ക്രിട്ടിക്, പ്ലേ റൈറ്റ്. അപ്പോൾ MA ചെയ്തപ്പോഴും വീണ്ടും അദ്ദേഹത്തിൻ്റെ പല പോയംസും പഠിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഓതറിൻ്റെ ഒരു പോയം എടുത്ത് അതൊന്ന് വിശകലനം ചെയ്യാം, അതിലെ ധാർമ്മിക വശങ്ങൾ പുറത്തു കൊണ്ടുവരാമെന്ന് കരുതി. അങ്ങനെ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉടനെ തന്നെ അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് രചിച്ച ദ വേസ്റ്റ് ലാൻഡ് എന്ന ആ 400-ലധികം വരികളുള്ള ആ പോയമാണ് അനലൈസ് ചെയ്ത് എൻ്റെ പ്രബന്ധം തയ്യാറാക്കിയത്. എത്തിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ വേസ്റ്റ് ലാൻഡ് ഓഫ് T.S. എലിയട്ട് ഇൻ ദ മൾട്ടി റിലീജിയസ് കോണ്ടെക്സ്റ്റ് ഓഫ് ടുഡേ. അതായിരുന്നു പ്രബന്ധത്തിൻ്റെ തലക്കെട്ട്. ഈ ടോപ്പിക്ക് ഡോക്ടറേറ്റിന് എടുക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ദ വേസ്റ്റ് ലാൻഡ് എന്നുള്ള ആ കവിതയിൽ T.S. എലിയട്ട് നമ്മുടെ ക്രൈസ്തവമായ പഠനങ്ങളും ശ്രീബുദ്ധൻ്റെ പഠനവും ഉപനിഷത്തുകളിലെ പഠനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് വേൾഡ് റിലീജൻസ്. അപ്പോൾ ലോകത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അനുഷ്ഠിക്കണമെങ്കിൽ ഈ മതങ്ങൾ പഠിപ്പിക്കുന്ന നല്ല ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയേ തീരൂ. ആ ഒരു കണ്ടെത്തലാണ് ഈ കവിതയിലെ ഗവേഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെ, അച്ഛൻ പഠിച്ചതും അതുപോലെ തന്നെ നമ്മളൊരു കമ്പാരിറ്റീവ്ലി എന്താണ് ക്രിസ്തീയ മതത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ കൊണ്ടുള്ള വ്യത്യാസവും മറ്റുള്ളവരുടെ നന്മയും എല്ലാം കൂടെ ഉൾക്കൊണ്ട് പഠിക്കുന്ന ഒരു പഠനം അച്ഛൻ്റെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അച്ഛൻ്റെ യാത്ര വളരെ മനോഹരവും അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനെ തന്നെ നമ്മൾ നോക്കുമ്പം എല്ലാം ഭയങ്കര സൗന്ദര്യമുള്ള യാത്രയായിട്ട് ഇപ്പം നമുക്ക് തോന്നും. പക്ഷേ അത് തന്നെ ആയിരിക്കില്ല ജീവിതം. ഒരു പക്ഷേ നല്ല ശീലിച്ച വശങ്ങൾ, നമ്മൾ കഴിച്ചു പഠിച്ച ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ നടന്ന ഒരു കാലാവസ്ഥ, ഇതൊന്നും അല്ലാത്ത ഒരു ലോകത്തോട്ട് നമ്മളെ പറിച്ചു നടും. ഉദാഹരണം പറഞ്ഞാൽ വടക്കേ ഇന്ത്യക്ക് പോവുക, അല്ലെങ്കിൽ ഇറ്റലി പോവുക, ഇവിടെയൊന്നും നമ്മൾ ശീലിച്ച ഒന്നുമല്ല കാണുക. കഴിച്ച ഭക്ഷണം കിട്ടുകയില്ല, അല്ലെങ്കിൽ നമ്മുടെ ആരും ചിലപ്പം ബന്ധുക്കൾ കാണിക്കില്ല. അവിടെയെല്ലാം ഒരു പരിഭവമില്ലാതെ പോകുന്നതാണല്ലോ ഒരു വൈദികൻ്റെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠതയായിട്ട് ഞങ്ങൾ അൽമായർ കാണുന്നത്. നോ ഇല്ല, യെസ് ഞാൻ പൊക്കോളാം. ആ ഒരു ചെറിയ വാക്കുകളിൽ
അതും കൂടി ഒന്ന് പറയാമോ വെച്ചാൽ സങ്കീർണതകളുമില്ലേ ഈ യാത്രയ്ക്ക്? എല്ലാം പെർഫെക്റ്റായ ഒരു വഴിയായിരിക്കണമെന്നില്ല. ചിലപ്പോൾ വിഷമം തോന്നിയിട്ടില്ലേ? ചിലപ്പോൾ കുടുംബാംഗങ്ങളെ ഒന്ന് കാണാൻ അവരുടെ ഒരു ആഘോഷത്തിലില്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ പിന്നെ കാര്യമായിട്ട് അങ്ങനെ തോന്നിയിട്ടുമില്ല. കാരണം എൻ്റെ സേവനരംഗം കൂടുതലും പഠനവും സേവനവും കൂടെ നോക്കുമ്പോൾ ഇറ്റലിയിലും റോമിലും, പിന്നീട് ഏറ്റവും കൂടുതൽ നാൾ ജോലി ചെയ്തിട്ടുള്ളത് ആന്ധ്രയിലുമാണ്. ആന്ധ്ര, ഒറീസ ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിനെ ഏൽപ്പിച്ചിട്ടുള്ള മിഷനായിരുന്നു. അവിടെ മൈനസ് മേജർ ഡയറക്ടർ ആയിരുന്നതും പിന്നീട് മേജർ സെമിനാർ ഡയറക്ടർ ആയിരുന്നതും കൂടെ കൂട്ടിയാൽ അതിനും പുറമെ അവിടെ വൈസ് പ്രൊവിൻഷ്യൽ തുടങ്ങിയ ജോലിയിലും ഞാൻ 8 വർഷത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 16 വർഷത്തോളം ആന്ധ്രയിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നു ജോലി. താല്പര്യമില്ലാത്ത ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് അതിനെപ്പറ്റി പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അത് എൻ്റെ കഴിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ സഹായത്തോടുകൂടി പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റുള്ളവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ആന്ധ്രയിലുമൊക്കെ ഉള്ള ഞങ്ങളുടെ കുഞ്ഞനുജന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതാനുഭവങ്ങളിലൂടെയും വിവിധ ശുശ്രൂഷകളിലൂടെയും ദൈവം അച്ഛനെ വഴി നടത്തിയതിൻ്റെ അടുത്ത ഘട്ടം നമുക്ക് വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും കേൾക്കാം. അതുവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി